വീക്കെൻഡ്സ് ഒക്കെ ആഘോഷിക്കുന്നവർക്ക് പറ്റിയ ഒരു അടിപൊളി സൈഡ് ഡിഷ് പറഞ്ഞു തരട്ടെ. വീക്കെൻഡ്സ് ആഘോഷിക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ, ചിക്കൻ മേടിക്കുന്ന ദിവസങ്ങളിൽ നിങ്ങൾ മസ്റ്റ് ട്രൈ ആക്കേണ്ട ഒരു ഡിഷാണിത്. തായ് ചിക്കൻ പരട്ട്. സംഭവം ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ആർക്കും ഉണ്ടാക്കാൻ പറ്റിയൊരു ഡിഷാണ് കേട്ടോ. സംഭവം അടിപൊളിയാണ്. അതിന് നമുക്കിതേ ഒരു ചൂട് കട്ടിയുള്ള ഒരു ഉരുളി വേണം. ആ ഉരുളി അടുപ്പത്ത് വെക്കുക. ഒന്ന് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് ആവശ്യത്തിന് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തോളുക. 1.5 കിലോ ചിക്കന് ഞാനിവിടെ ഒരു 2 സവോള അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിക്കോളൂ, ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട്. ഇനി ഇതിനകത്തേക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് പച്ചമുളക് കേട്ടോ. ഞാനൊരു 20 പച്ചമുളകും ഒരു മീഡിയം സൈസ് ഫുൾ ഇഞ്ചിയും മീഡിയം സൈസ് ഫുള്ള് വെളുത്തുള്ളിയും കൂടെ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുത്തതും കൂടെ ഈ വഴന്ന് വരുന്ന സവോളയ്ക്കകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് വഴന്ന് വരുമ്പോൾ അതിനകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ചിക്കനും ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് അടച്ചങ്ങ് വെച്ചോളുക. ഒരു തുള്ളി വെള്ളം പോലും ചേർക്കല്. ഈ ചിക്കനിലെ വെള്ളം തന്നെ ഉണ്ടാവും ആവശ്യത്തിനധികം ഈ ചിക്കൻ വേവാൻ. ഇനി ഈ ഒരു ചിക്കൻ്റെ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് അത് വെന്ത് ഡ്രൈ ആയി വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോന്നേ നമ്മുടെ കായപ്പൊടി ഇട്ട് കൊടുക്കുക. കായത്തിന് കട്ടയൊന്നും ഇട്ട് കൊടുക്കില്ല, കായം പൗഡർ തന്നെ ഇട്ട് കൊടുക്കണം. കുറേ ഇട്ട് കൊടുക്കൽ, ആ നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചുള്ള കായപ്പൊടി ഇട്ട് കൊടുത്തോളുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തങ്ങ് ഡ്രൈ ആക്കി എടുത്തങ്ങ് കഴിച്ചാലുണ്ടല്ലോ, ഓ സ്വർഗം. വേറെ ഒരു കറിയും വേണ്ട നമുക്ക്. ചപ്പാത്തിക്കാണെങ്കിലും സൈഡ് ഡിഷ് ആക്കാനാണെങ്കിലും പാർട്ടിയുടെ ഒക്കെ ടച്ചിങ് ആക്കാനും കേട്ടോ. സംഭവം അടിപൊളിയാണ്, മസ്റ്റ് ട്രൈ ആണ്. ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്യണം. ടാറ്റ.